Welcome to today's psychology session for Kerala PSC Nursing Examination. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എറിക് എറിക്സൻ്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. ഇത് ഒരുപാട് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റേജ് 1, അതായത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഇത് കാണപ്പെടുന്നത് ഇൻഫൻസിയിലാണ്. ഇതിൻ്റെ ഫോക്കസ് അല്ലെങ്കിൽ വെർച്യു എന്ന് പറയുന്നത് ഹോപ്പാണ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പം എറിക് എറിക്സൻ്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റിൽ ഇൻഫൻസി പീരീഡിലെ വെർച്യു ഏതാണെന്ന്, അത് ഹോപ്പാണ് കേട്ടോ. അതുപോലെ വെൻ ഇൻഫൻസ് റിസീവ് എ കൺസിസ്റ്റൻറ്റ് കെയർ ദേ ഡെവലപ്പ് ദ ട്രസ്റ്റ്. ഒരു കുട്ടി വളരുമ്പം അവനൊരു സ്നേഹവും സുരക്ഷിതമൊക്കെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ ഒരു ട്രസ്റ്റ് വളരും, ഒരു വിശ്വാസം. അല്ലാത്ത പക്ഷം ഡെഫിനറ്റ്ലി മിസ്ട്രസ്റ്റ് ഉണ്ടാവും. അതാണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ദ സെക്കൻഡ് സ്റ്റേജ് ആണ് സ്റ്റേജ് 2. അതെന്ന് പറയുന്നത് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ടാണ്. ഇത് ടോളർ പീരീഡിലാണ് കാണുന്നത്. ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് വിൽ പവർ, ഫോക്കസ് അല്ലെങ്കിൽ വെർച്യു. അതായത് ടോഡലർ പീരീഡിലാണ് ഒരു കുട്ടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലേൺ ചെയ്യുന്നത് ത്രൂ ദ സിമ്പിൾ ചോയ്സസ്. അതായത് സ്വന്തമായിട്ട് ഇപ്പം നടക്കാനും തീരുമാനം എടുക്കാനും ഒക്കെ ആ കുട്ടി ശ്രമിക്കും. അപ്പോൾ അത് നടക്കാതെ വന്നാൽ തീർച്ചയായും ആ കുഞ്ഞിന് ഷെയിം ആൻഡ് ഡൗട്ട് എന്നുള്ള ഒരു ഓപ്പോസിറ്റ് ഫീലിംഗ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത സ്റ്റേജാണ് സ്റ്റേജ് 3, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ഇത് പ്രീ സ്കൂളറിലാണ് കാണുന്നത്. 3 to 6 years ആണ്. ഈ സ്റ്റേജിൽ കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് ആലോചിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു പ്രായമാണ്. പക്ഷേ ഈ സമയത്ത് ഇത് നടക്കാതെ വന്നാൽ തീർച്ചയായും ആ കുഞ്ഞിനൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാകും. അതാണ് സ്റ്റേജ് 3, അത് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ആൻഡ് സ്റ്റേജ് 4 എന്ന് പറയുന്നത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ്. അത് സ്കൂൾ ഏജിലാണ് കാണുന്നത്. അത് 7 to 11 years ഓഫ് ഏജിലാണ് വരുന്നത്. അതിൻ്റെ ഫോക്കസ് അല്ലെങ്കിൽ വെർച്യു എന്ന് പറയുന്നത് കോമ്പിറ്റൻസിയാണ്. അതായത് കുഞ്ഞിന് സക്സസ് ഇൻ സ്കൂൾ ബിൽഡ് കോൺഫിഡൻസ് എന്ന് പറയും. അതായത് സ്വന്തം ആത്മവിശ്വാസം വളർത്തുക, സ്വന്തമായിട്ട് കഴിവുകളുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് തെളിയിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും നടക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതാണ് സ്റ്റേജ് 5 എന്ന് പറയുന്നത്. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് അഡോളസൻസ് പീരീഡിലാണ് കാണുന്നത്. അതിനകത്ത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷനാണ്. അതിൻ്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 12 to 18 years ആണ്. ഇതിൽ ടീനേജേഴ്സ് ശ്രമിക്കുന്നത് ഹൂ ദേ ആർ, ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമമാണ്. അപ്പോൾ അത് സ്വന്തം ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമ്പോൾ തീർച്ചയായും ഡെഫിനറ്റ്ലി അവർക്കൊരു റോൾ കൺഫ്യൂഷൻ എന്നുള്ള ഒരു ഘട്ടത്തിലോട്ട് അവർ മാറിപ്പോകും. അതാണ് സ്റ്റേജ് 5, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അടുത്തതാണ് സ്റ്റേജ് 6. അതെന്ന് പറയുന്നതാണ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. 19 തൊട്ട് 29 years ഓഫ് ഏജിലാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ ഫോക്കസ് അല്ലെങ്കിൽ വെർച്യു എന്ന് പറയുന്നത് ലവ് ആണ്. അതായത് ബന്ധങ്ങൾ വളർത്തുന്നതും അതൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ഏജിലാണ്. അത് നടക്കാതെ വരുമ്പം തീർച്ചയായിട്ടും എന്താ സംഭവിക്കുന്നത്, ഐസൊലേഷനിലോട്ട് പോകും, ഒരൊറ്റപ്പെട്ട ജീവിതം നയിക്കേണ്ടി വരും. അടുത്തതാണ് സ്റ്റേജ് 7 എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നതാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു റിലേഷൻഷിപ്പ് കഴിഞ്ഞു, പിന്നെ നമ്മൾ ജനറേറ്റിവിറ്റി, അതായത് മാരേജ് ലൈഫിലോട്ട് പോയി, കുടുംബമായി, കുട്ടികളായി. ഇത് നടക്കാതെ വരുമ്പോൾ തീർച്ചയായും ഒരു സ്റ്റാഗ്നേഷൻ സ്റ്റേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് 40 to 60 yearsലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഏജിലാണെങ്കിൽ ഇതിൻ്റെ ഫോക്കസ് ഓർ വെർച്യു എന്ന് പറയുന്നത് കെയർ ആണ്. അതുപോലെ അടുത്തതാണ് സ്റ്റേജ് 8, ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ. ഇത് 60 yearsലാണ്, 60+, അതായത് ഓൾഡ് ഏജിലാണ് വരുന്നത്. ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് വിസ്ഡം, ഫോക്കസ് അല്ലെങ്കിൽ വെർച്യു എന്ന് പറയുന്നത് വിസ്ഡമാണ്. ഇത് നമ്മൾ ഇൻറ്റഗ്രിറ്റി അത് ഇൻറ്റഗ്രിറ്റിയിലോട്ട് എത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡെസ്പെയറിലോട്ട് പോകും. അതാണ് ഇത്രയും സ്റ്റേജസ് ഓഫ് എറിക് എറിക്സൻ്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. കേരള PSC നഴ്സിംഗ് എക്സാമിനേഷന് മാത്രമല്ല, ഇപ്പോൾ സൈക്കോളജി എക്സാമിനേഷനും അതർ ടീച്ചേഴ്സിൻ്റെ എക്സാമിനേഷനും കേട്ടറ്റിൻ്റെ എക്സാമിനേഷനൊക്കെ ഇത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, ഹൂ പ്രൊപ്പോസ് ദ സൈക്കോസോഷ്യൽ തിയറി എറിക് എറിക്സൺ ആൻഡ് ഹൗ മെനി സ്റ്റേജസ് ഇൻ ദ എറിക് എറിക്സൺ തിയറി? 8 സ്റ്റേജാണുള്ളത്. ആൻഡ് വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് കോൾഡ്?
ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, അത് ഏത് ഏജിലാണ്? ഇൻഫൻസിയിൽ. ആൻഡ് വാട്ട് ഈസ് ദ ഫോക്കസ് ഓഫ് സ്റ്റേജ് 2? സ്റ്റേജ് 2ൻ്റെ ഫോക്കസ് അല്ലെങ്കിൽ വെർച്യൂ എന്ന് പറയുന്നത് ഏതാണ്? വിൽ പവർ. ആൻഡ് വിച്ച് സ്റ്റേജ് ഡെവലപ്പ് പർപ്പസ്? ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ആൻഡ് വാട്ട് ഈസ് ദ സ്കൂൾ ഏജ് കോൺഫ്ലിക്റ്റ്? സ്കൂൾ ഏജ് കോൺഫ്ലിക്റ്റ് ഏതാണ്? ഇൻഫീരിയോറിറ്റി അല്ലേ? ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ആൻഡ് വാട്ട് ഈസ് ദ അഡോളസെൻറ്റ് സ്റ്റേജ് ഫോക്കസ് അല്ലെങ്കിൽ വെർച്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഡലിറ്റി. ആൻഡ് വിച്ച് സ്റ്റേജ് എംഫസൈസ് ദ ലവ്? ലവ് ഏത് സ്റ്റേജിലാണ്? ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ആൻഡ് വിച്ച് വാട്ട് ഈസ് ദ മിഡിൽ ഏജ് വെർച്യൂ? മിഡിൽ ഏജിൻ്റെ വെർച്യൂ ഏതാണ്? കെയർ. ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ഓക്കെ. ആൻഡ് വാട്ട് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് വെർച്യൂ? വിസ്ഡം. ദാറ്റ് ഈസ് ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദയവായി എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.